ഹലോ ഹായ് ഫ്രണ്ട്സ്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോയായിട്ട് വരുന്നത്. ഇന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബേബി കോൺ എടുത്തിട്ടുണ്ട്, മഷ്റൂം എടുത്തിട്ടുണ്ട്, കിട്ടിയ വെജിറ്റബിൾസ് ഒക്കെ എടുത്തു. അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ അരിയുന്നതിൻ്റെ ഒപ്പം നമുക്ക് വിശേഷങ്ങൾ ഒക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഒരു മാസം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സ് ഞാൻ മാക്സിമം ഇടാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നു, ഡെങ്കി ഫീവർ ആയിരുന്നു, ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ പേഴ്സണൽ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നു പോയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ ഷോർട്സ് എങ്കിലും ഞാൻ എല്ലാ ദിവസവും, അതും നമ്മൾ കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്സ്, അതായത് എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടി ഇടുന്നതല്ല, കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്സ് ഞാൻ മാക്സിമം ഇടാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് നെഗറ്റീവ് ആയതിനു ശേഷം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഷോർട്സ് മാക്സിമം എഫേർട്ട് ഇട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ 1K ആയി. അത് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി, അത് നമ്മൾ സവാള നല്ല ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ, ഡൈസസ് ആയിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, പക്ഷെ വീഡിയോയിൽ വന്നില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ക്യാരറ്റ്സ് ആഡ് ചെയ്യാം. ക്യാരറ്റാണ് ഏറ്റവും ആദ്യം ആഡ് ചെയ്യേണ്ടത്, കാരണം കുക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുന്ന ക്യാരറ്റാണ്. ക്യാരറ്റ് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മഷ്റൂമും ബേബി കോണും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ആദ്യമേ ആഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഗാർലിക് ഇട്ടു. അപ്പോൾ ആദ്യമേ അതിൻ്റെ ഒരു എസൻസും ടേസ്റ്റും വരണ്ടെന്ന് ഓർത്തിട്ടാണ് വെജിറ്റബിൾസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ യെല്ലോ ബെൽ പെപ്പർ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് ബെൽ പെപ്പർ ആണെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ യെല്ലോ ബെൽ പെപ്പറാണ് എടുത്തത്. അത് ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെപ്പർ പൗഡറും സോയ സോസും ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ സോയാ സോസ് ഞാൻ ആക്ച്വലി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ ആണ് ഇടേണ്ടത്. ഞാനൊരു ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, കാരണം ഇത് മോന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം സോസസും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഒന്നും ഞാൻ അവനധികം കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇടുമ്പോൾ 3 ടീസ്പൂൺ ഇട്ടോളൂ, അതായത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ. പെപ്പർ പൗഡർ നമ്മുടെ എരിവിൻ്റെ അളവനുസരിച്ച് ഇടാം. മിനിമം ഒരു ടീസ്പൂണെങ്കിലും ഇടണം കേട്ടോ. അതും കൂടി ഇട്ട് നമ്മളൊരു 5-6 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം കുതിർത്ത് വെച്ച ബസ്മതി റൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ എടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച ആ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം, അങ്ങനെ കണക്കിൽ നമ്മൾ വെള്ളവും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കൊരു ട്രിക്ക് ചെയ്യാം. ചെറുനാരങ്ങ നീര് നമുക്ക് കുരു കളഞ്ഞതിന് ശേഷം നീരൊന്ന് പിഴിഞ്ഞ് നമുക്ക് നേരത്തെ ചെയ്ത ആ ഒരു റൈസ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇടുകയാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒതൻറ്റിക് ചൈനീസ് ഫ്രൈഡ് റൈസിന് ഇതൊക്കെ ഇടുമെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ സോയ സോസ് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളർ ആവുമായിരുന്നു. അത്രയും. ഇതിനൊപ്പം നമ്മൾ ചിക്കൻ പോപ്കോണും അതേപോലെ പനീർ കറിയാണ് കഴിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയായിട്ട് പെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.